ഹലോ, ഇന്ന് നമുക്കൊരു ചമ്മന്തി പൊടിയുടെ റെസിപ്പി കണ്ടാലോ? ആദ്യം നമ്മളൊരു ഇരുമ്പിൻ്റെ ചീഞ്ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചധികം ഉഴുന്ന് പരിപ്പും കുറച്ച് നമ്മുടെ ചോറ് വയ്ക്കുന്ന അരിയും പിന്നെ കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത് ചെറിയൊരു ബ്രൗൺ കളറാവുമ്പോൾ, എൻ്റെ കുറച്ച് ബ്രൗൺ കൂടിയിട്ടോ, അത്രയും കളറാവുമ്പോൾ നമ്മൾ കുറച്ച് വെളുത്തുള്ളി കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കലാണ് നമ്മുടെ ചമ്മന്തിപ്പൊടിയുടെ ഹൈലൈറ്റ്. എത്രത്തോളം ഇളക്കണോ അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമ്മൾ തേങ്ങ ഇട്ട ശേഷം പിന്നെ നമ്മൾ കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇടുക. കുറച്ച് അധികം ഇടണം. എത്രത്തോളം കറിവേപ്പിൻ്റെ ഇല കൂടുന്നോ അത്രത്തോളം ചമ്മന്തി പൊടിക്ക് ടേസ്റ്റും കൂടും കേട്ടോ. പിന്നെ നമ്മൾ വറ്റൽമുളക് ഇടുക. വറ്റൽമുളക് ഇടുമ്പോൾ ഈ ടൈമിൽ ഇടണം കേട്ടോ. വറ്റൽമുളക് ഇല്ലാത്തവർ നമ്മൾ ഫ്രൈ ചെയ്ത് നമ്മുടെ നാളികേരം ഫ്രൈ ചെയ്തൊരു ബ്രൗൺ കളർ ആവുമ്പം വാങ്ങാൻ നേരത്തെ ഇട്ടാൽ മതി കേട്ടോ മുളക് പൊടി. വറ്റൽമുളക് ഇല്ലാത്തവർ മുളക് പൊടി അപ്പം ഇട്ടാൽ മതി. എന്നിട്ട് പിന്നെ വറ്റൽമുളക് ഇട്ട ശേഷം നമ്മൾ നാളികേരം ഇട്ടു. ഇതൊരു 4-4.5 മുറി തേങ്ങ ഉണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ പുളി ഇട്ടിട്ട് നല്ലോണം ഒന്നും കൂടി ഇളക്കുക. നല്ലോണം ഇളക്കുക എന്ന് പറഞ്ഞാൽ കൈ എടുക്കാണ്ട് ഇളക്കണം. കാരണം അടുപ്പിലും കൂടിയാണ്. ഫ്ലെയിം നമുക്ക് കുറയ്ക്കാനോ കൂട്ടാനോ ഒന്നുമില്ല. അതൊരു കത്തെല്ലാം അങ്ങോട്ട് കത്തും. കത്തിച്ചാൽ പിന്നെ നമ്മൾ അടുപ്പൊക്കെ അങ്ങനെയാണല്ലോ. അപ്പം നല്ലോണം കത്തും. അപ്പം എത്രത്തോളം ഇളക്കണോ അത്രത്തോളം അടി പിടിക്കാണ്ട് കിട്ടും കേട്ടോ. പിന്നെ ഇവിടെ അടുപ്പിൻ്റെ അടുത്ത് നിൽക്കാൻ വയ്യോ, ഞാൻ വിയർത്തൊലിച്ച് കുളിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഇത് ലാസ്റ്റ് അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ നല്ലോണം ജാറ് തുടച്ചെടുക്കണം. ഒരു വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അങ്ങാകുമ്പോൾ വേഗം നാശമായി പോവും. പിന്നെ ഇത് ഞാൻ ഇന്നലെ ഇട്ട ചിക്കൻ്റെ അച്ചാറാണ്. ഇതും ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പാത്രത്തിലേക്കൊന്നും മാറ്റിയിട്ടില്ല, അതിൽ തന്നെ വെച്ചതാണ്. അപ്പോൾ ഈ ചട്ടീൻ്റെ അടുത്ത് ആ ചട്ടി കണ്ടപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. പിന്നെ നമ്മളെ ചമ്മന്തിപ്പൊടി ചെറിയ ചൂടോടെ തന്നെ നമ്മൾ പൊടിച്ചെടുക്കണം കേട്ടോ. അധികം ചൂടാറാൻ സമ്മതിക്കരുത്. പിന്നെ നമ്മൾ ജാറിൽ കുറേശ്ശെ ഇട്ട് പൊടിച്ചാൽ മതി, ഒന്നിച്ചിട്ട് പൊടിക്കരുത്. എന്നിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല കളറും നല്ല ടേസ്റ്റും നല്ല സ്മെല്ലും ഒക്കെ ഉണ്ടായിരുന്നു. ഇതെന്തായാലും ഒരു വെറൈറ്റി ചമ്മന്തിപ്പൊടി ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മുന്നേ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ കുറേ. പക്ഷേ ഇതാണ് എനിക്കിഷ്ടമായത്.